ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇത് പിക്ക് എ കാർഡ് റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കാർഡാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കാർഡ് നിങ്ങൾ പിക്ക് ചെയ്യുക മനസ്സിൽ. നമ്മൾ അത് കഴിഞ്ഞ് അതിൻ്റെ എന്താണ് ഡീറ്റെയിൽസൊക്കെ നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം പിക്ക് എ കാർഡ് റീഡിംഗ് കരിയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 കാർഡ്സ് എടുക്കാൻ പോകുന്നുണ്ട്. ആദ്യത്തെ കാർഡ് ഇതാണ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ ഇതാണ് 3 കാർഡ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് ആ കാർഡിൻ്റെ എന്താ ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന്, ആ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് കാർഡ് റിവീൽ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണിച്ചാൽ മനസ്സിൽ ഈ വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് മനസ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. ആൻഡ് കമൻസിൽ എഴുതുക ഏത് കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന്. അത് കമൻസിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നോക്കാം എന്താണ് ഈ കാർഡ്സ് പറയണത് നിങ്ങളുടെ കരിയറിനെ കുറിച്ച്. അപ്പോൾ കാർഡ് നമ്പർ 1 ആണ് നിങ്ങൾ പിക്ക് ചെയ്ത് വെച്ചാൽ, ചൂസ് ചെയ്ത് വെച്ചാൽ. ഇവിടെ ഞാൻ കാണുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 5 ഓഫ് വാൻഡ്സ് കറൻറ്റ് സിറ്റുവേഷനിൽ കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ കാർഡ് ചൂസ് ചെയ്തവർക്ക് ഞാൻ കാണുന്നത് ജോലിയിൽ ചില ഇഷ്യൂസ് ഉണ്ടാവും. കലീഗ്സിൻ്റെ കൂടെ കുറച്ചൊരു എന്താ പറയുക വഴക്കുണ്ടാവും. ഇല്ലച്ചാൽ ബോസിൻ്റെ കൂടെ കാര്യങ്ങൾ ശരിയാവണില്ല. കോമ്പറ്റീഷൻ കുറേ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവോൾവ് ആണ്, ഇല്ലച്ചാൽ ഏതെങ്കിലും നിങ്ങളുടെ കരിയറിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാർ ബ്ലോക്ക് ചെയ്യണു. നിങ്ങളൊരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിലും ഞാൻ കാണുന്നത് കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടാനും വിഷമം ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 5 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ ഫ്യൂച്ചറുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 9 ഓഫ് വാൻഡ്സ് ഒരു ഫിയറിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. അതെനിക്ക് അറിയില്ല ഇപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയില്ല. കുറച്ചൊരു ഡിഫെൻസീവ് പൊസിഷനാണ് 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടാണ് ഇരിക്കണത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണത്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇത് ചാലഞ്ചസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ചാലഞ്ചസൊക്കെ നിങ്ങൾക്ക് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസ് ആണ്. അപ്പോൾ അതിലത്ര നിങ്ങൾക്ക് പേടിക്കാനില്ല. കുറേ ബോൾഡായിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്സ് എടുക്കണം. നിങ്ങൾ പേടി കൊണ്ട് ഒന്നും ഒരു സ്റ്റെപ്പ് എടുക്കാണ്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ അത് വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങൾ കുറേ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും വേണമെന്ന് വെച്ചാൽ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് പോയാൽ അത് ഡെഫിനറ്റ്ലി ശരിയാവില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയേണ്ടത് ഇവിടെ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വയ്ക്കുക, ഒരു ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുക, ഇല്ലെങ്കിൽ ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഓക്കെ, ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഔട്ട്കമ്മിലും ഞാൻ കാണുന്നത് കുറേ നെഗറ്റീവ് എനർജീസ് ആണ്. ഓക്കെ, ഓഫീസ് പോളിറ്റിക്സ് കുറേ ഉണ്ട്. ചിലവർ നിങ്ങളുടെ ഈ പ്രോഗ്രസ്സിൽ തന്നെ കരിയറിൽ തന്നെ തടസ്സം ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് പറയണത് ഈ സമയം കുറച്ച് ചാലഞ്ചിങ് ആയാലും നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ അപ്പോഴാണ് നിങ്ങളുടെ വിഷൊക്കെ ഫുൾഫിൽ ആവുള്ളൂ. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാണ്ട് പിമ്പാത്ത് ഇരുന്നാൽ അത് വർക്കൗട്ട് ചെയ്യില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു സ്റ്റാഗ്നൻ്റ് ആയി പോലെ മുമ്പോട്ട് പോവും. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് എത്രയും നിങ്ങൾ ഫിയർലെസ് ആവണു അത്രയും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടും. എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾക്ക് നോക്കാം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവുക. ചില ഇഷ്യൂസ് ഉണ്ട്, ചില നെഗറ്റീവ് ആൾക്കാരുണ്ട്. പക്ഷെ അവരെയൊക്കെ പറ്റുന്നെങ്കിൽ
അവരെ ഇഗ്നോർ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ അവരുടെ കൂടെ നിങ്ങൾ വഴക്കിൽ കൂടിയാൽ അത് പിന്നെ നിങ്ങളുടെ എനർജിയും ലോ ആവും. അപ്പോൾ അവരെ പറ്റുന്നെങ്കിൽ ഇഗ്നോർ ചെയ്യുക. പറ്റാണ്ട് ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ സക്സസ് നിങ്ങളുടെ എനർജിയിലാണ് കാണുന്നത്, നിങ്ങളുടെ ഭാഗത്തിലാണ് കാണുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഇതാണ് മെസ്സേജ് കാർഡ് നമ്പർ 1 പിക്ക് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ പിക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ് കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു വെരി ടഫ് പേഴ്സൺ ആണ്, ടഫ് ഡിസിഷൻസ് എടുക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു വലിയ ഡിസിഷൻ എടുക്കേണ്ടി വരും. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ കരിയറിൽ ഒരു ടഫ് ഡിസിഷൻ മേക്കറായിട്ട് വേണം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പ്രാക്ടിക്കൽ ഡിസിഷനാണ് എടുക്കേണ്ടത്. ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി അതിനെ കുറിച്ചായിരിക്കും ഈ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ളത്. ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കലായിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഫറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയുടെ ഓഫർ വരണ്ടെച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയണത് ഒരു പ്രാക്ടിക്കലായിട്ട് വേണം ചോയ്സ് എടുക്കുക. ഇവിടെ മജിഷ്യൻ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെന്തോ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ് വരണത് നിങ്ങളുടെ ലൈഫിൽ. 4 സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ റെസ്റ്റും ഹീലിംഗിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു പുതിയ ജോലിക്കാണ് നോക്കുന്നുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്ന ഒരു ഓഫർ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കുറേ എന്താ പറയുക, മെൻ്റലി എക്സോസ്റ്റ് ആയ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഡിസിഷൻസൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയുടെ കൂടെ വേണം. ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. കുറേ ഇല്യൂഷൻസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസും ക്ലിയർ ആയിട്ടല്ല എടുക്കണത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഓഫറിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും പറഞ്ഞാൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അത് പിന്നെയാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി കരിയർ, മണി, പൈസ, അതിൻ്റെ ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും സൈൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെച്ചാൽ കുറേ സൂക്ഷിച്ചിട്ട് വേണം സൈൻ ചെയ്യുക, കുറേ സൂക്ഷിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങൾ അതിനെ കമ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ക്ലാരിറ്റി കൂടെ വേണം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക. വേണമെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പും എടുക്കാം ഈ സിറ്റുവേഷനിൽ. പക്ഷേ ഇവിടെ ഞാനൊരു പോസിറ്റീവ് ഔട്ട്കമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പുതിയ ജോലിക്ക് നോക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് വെരി സൂൺ ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തന്നെ ഓഫറാണ്. അപ്പോൾ നല്ല ഒരു പോസിറ്റീവ് ഓഫറാണ് ഇത്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ട് സൂക്ഷിച്ചിട്ട് കോൺട്രാക്റ്റ് ശരിക്കും വായിച്ചിട്ട് വേണം സൈൻ ചെയ്യുക. അതുമാത്രമല്ല ഈ ഓഫർ വരണ ആൾക്കാരോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് ചോദിക്കുക. എന്താ വെച്ചാൽ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെച്ചാൽ അത് ഓപ്പണായിട്ട് ചോദിച്ചിട്ട് വേണം, മനസ്സിലാക്കിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് കാർഡ് നമ്പർ 2. അപ്പോൾ കാർഡ് നമ്പർ 3 പിക്ക് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ 7 ഓഫ് കപ്സ് ആണ് വന്നത്. അപ്പോൾ 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി നിങ്ങൾക്ക് കുറേ ജോബ് ഓഫേഴ്സും കിട്ടുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് ജോലിയിൽ, കറണ്ട് കരിയറിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. അത് എനിക്കറിയില്ല എൻ്റെ കരിയർ എവിടെയാണ് പോകണമെന്ന്, എനിക്കറിയില്ല എനിക്ക് എന്താ വേണ്ടതെന്ന്, ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാതിരി. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് കപ്സ്? അപ്പോൾ ഇവിടെ 9 ഓഫ് സോഡ്സ് ഉണ്ട്. കുറേ സ്ട്രെസ് ഉണ്ട്. ഇത് ചിലവർക്ക് ഇതൊരു പഠിപ്പിൻ്റെ കാര്യത്തിലും ആവാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ നോക്കണു, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കണു.
ഇല്ല വെച്ചാൽ നിങ്ങൾ കറണ്ട് ജോലിയിൽ ഹാപ്പി അല്ല, എന്താ വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ജോബിൽ എന്താ ക്ലാരിറ്റി ഒന്നുമില്ല, ഫ്യൂച്ചറിൽ ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ കുറേ ഓവർ തിങ്കിങ് ഞാൻ കാണുന്നുണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ടെൻഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ മേ ബി ഫാമിലി ഉണ്ടാവും, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ നിങ്ങളെ കുറേ പ്രഷർ ചെയ്യുന്നുണ്ടാവും, ഒരു ഫേമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറയുന്നുണ്ടാവും. കിങ് ഓഫ് സോഡ്സ് ഇവിടെ ആദ്യം ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് വേണം. അപ്പോൾ എല്ലാം കാർഡ്സിൽ മോസ്റ്റ്ലി ഒരുമാതിരി തന്നെയാണ് മെസ്സേജ് പറയണത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അപ്പോൾ ക്ലാരിറ്റി കൂടെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ല. നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. തീരുമാനം എടുക്കണ മുമ്പേ വെയിറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ എന്തോ ഒരു പുതിയ ഓഫർ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, അതൊരു നല്ല ഓഫർ ആയിരിക്കും. ഇല്ല വെച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോലിയിൽ തന്നെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു പ്രാക്ടിക്കലും ഇമോഷണൽ തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ജോലി വിടാനുള്ള തീരുമാനമായിരിക്കും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കാണ്ട് ഒരു ചോയ്സ് എടുക്കാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ ആ ക്ലിയറായി ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ തുറന്നു വരും. ഓക്കെ, അങ്ങനത്തെ ആ ഡയറക്ഷനിലേക്ക് തന്നെയാണ് യൂണിവേഴ്സും നിങ്ങളെ പുഷ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ജോലി വിടണ കാര്യമാണ് ഞാൻ കാണുന്നത്, എന്തോ ഒരു വലിയ ഡിസിഷൻ, വലിയൊരു തീരുമാനം. അതല്ല വെച്ചാൽ പുറമെ പോകാനുള്ള ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾക്കിത് എടുക്കണോ വേണോ വേണ്ടേന്ന്. അപ്പോൾ അതിലും യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ തീരുമാനം നിങ്ങൾ എടുക്കാൻ പോണ തീരുമാനം കുറേ ഒരു വലിയ ചേഞ്ചാണ് കൊണ്ടുവരണത് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഈ ഡിസിഷൻ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വിഷൊക്കെ ഫുൾഫിൽ ആവും, നിങ്ങൾക്ക് വേണ്ട മാതിരി ഔട്ട്കം കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്കം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ നോക്കണ്ട വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസും ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ ആ ഡിസിഷനിൽ നിങ്ങൾ ആ ഡിസിഷനിലേക്ക് നിങ്ങൾ പോവുക. അതുമാത്രമല്ല ക്ലിയറായിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുക, ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെവിലും ഉണ്ട്. അപ്പോൾ ഡെവിൽ കുറേ ആൾക്കാരെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ വേറെ ആൾക്കാരുടെ കാരണമാണ്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ അവിടെ നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, അവിടെ നിങ്ങൾ ഒരു ചാൻസ് എടുക്കുക. കുറേ ആൾക്കാർ നിങ്ങളെ ഇത് ചെയ്യണ്ടെന്ന് അഡ്വൈസും തരുന്നുണ്ടാവും. അപ്പോൾ അതും യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ശരിയായ സമയത്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ക്ലാരിറ്റി വന്നിട്ട് മതി ആക്ഷൻ എടുക്കുക. പക്ഷേ സ്റ്റാഗ്നൻ്റ് ആവല്ലേ. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ബിഗിനിങ് ആണ്. എസ്പെഷ്യലി എന്തോ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ അപ്പോഴാണ് നിങ്ങൾക്ക് അറിയില്ലൂ ഫ്യൂച്ചറിൽ എന്താ വരിക എന്ന്. അപ്പോൾ ഇതാണ് 3 കാർഡ്സിൻ്റെ ഔട്ട്കം. ഓക്കെ, അപ്പോൾ ഞാൻ ഒറക്കിൾ മെസ്സേജസ് എടുക്കാം. കാർഡ് നമ്പർ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ്? ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ വർക്ക് ലൈഫിൽ കരിയറിൽ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മുമ്പോട്ട് തന്നെയാണ് പോകേണ്ടത്. കുറേ ബോൾഡായി ഡിസിഷൻസ് എടുക്കണം. കാർഡ് നമ്പർ 2 ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് നമ്പർ 2യുടെ സിറ്റുവേഷനിൽ നിങ്ങളാണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാർഡ് നമ്പർ 3യിൽ റൊമാൻസ് ആണ് വന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റൊമാൻറ്റിക് ആംഗിൾ ഇവിടെ കാണാണ്ട്, പക്ഷെ അതല്ലാണ്ട് ആസ്ക് യുവർ ഏഞ്ചൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഏഞ്ചൽസ് ഒക്കെ ഒരു സെയിം കോൺസെപ്റ്റാണ്. നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ് നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ വോയിസ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുക വെച്ചാൽ അതിനെ ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് എന്തായാലും എടുക്കേണ്ടി വരും. അപ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ
എന്താ ഉണ്ടാവുക എന്ന് അറിയില്ലൂ. നിങ്ങളൊന്നും ഒരു ഡിസിഷൻ എടുക്കാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന അത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല എന്താ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉള്ളതെന്ന്. അപ്പോൾ ശരിയായ സമയത്ത് നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. ആ സമയം വരെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേട്ടിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിംഗ് കാർഡ് നമ്പർ 1, 2, 3. നിങ്ങൾ ഏത് കാർഡാണ് ചൂസ് ചെയ്ത് വെച്ചാൽ അത് കമൻസിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.